Hello everyone. Hello everyone. So എല്ലാവർക്കും എൻ്റെ പുതിയ വ്ലോഗിലേക്ക് വളരെ സ്വാഗതം. So welcome all of you to my another interesting vlog guys. കുറേ നാൾ കഴിഞ്ഞ് ഞാൻ വ്ലോഗ് ഇടുന്നത്. ഇപ്പോൾ നിങ്ങൾ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ട് ഞാൻ റോഡിൽ ട്രാവൽ ചെയ്യുവാണ് ഗൈസ്. സോ ഞാൻ ഇന്നത്തെ ഇൻട്രസ്റ്റിംഗ് വെഞ്ചർ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ ഇപ്പം ഞാൻ നിൽക്കുന്നത് എവിടെയാണ് നിങ്ങൾക്കൊന്ന് ഗസ്റ്റ് അടിക്കാവും. ഞാനിപ്പോൾ ലക്ഷ്മി ഹോസ്പിറ്റലാണ്. എൻ്റെ മോന് സുഖമില്ലായിരുന്നു. അപ്പം സൺഡേ ഔട്ടിങ്ങിൻ്റെ രീതിയിൽ നമ്മൾ ലക്ഷ്മി ഹോസ്പിറ്റലിലും പോയി കൊച്ചിൻ്റെ മെഡിസിൻസ് നമുക്ക് വാങ്ങിച്ചു പീഡിയാട്രീഷ്യനാണ്. അതിന് കഴിഞ്ഞ് നമ്മൾ വെറും ഒരു ലോക്കൽ ഷോപ്പിൽ ഇവിടെ നിൽക്കുന്നുണ്ട്. ഞാനും കൊച്ചും ഇവിടെ സാധാ ഞാൻ കോഫി മേടിച്ചു. ഇതെൻ്റെ സെൽഫി പിക്കാണ് ഗൈസ്. സോ എൻ്റെ വ്ലോഗ് ലാസ്റ്റ് വരെ കാണുക, എല്ലാവരും സ്ക്രോൾ ചെയ്ത് പോലെ. ഞാൻ എൻ്റെ മോനുമാണ് ഗൈസ്. എൻ്റെ ലുക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. സോ ഇതാണ് നമ്മളിപ്പോൾ റോഡിലിരുന്ന് എൻജോയ് ചെയ്യുവാണ്. ഒരു തട്ടുകട പോയിട്ട് കടയിൽ ഒരു നല്ല കോഫിയൊക്കെ കുടിച്ചിട്ടുണ്ട്. സൺഡേ ടൈം ഒരു 4 മണി കഴിഞ്ഞതാണ്. സോ കോഫിയൊക്കെ നല്ല ടേസ്റ്റായിരുന്നു, ക്രീമി കോഫി ആയിരുന്നു ഗൈസ്. സോ അങ്ങനെ എല്ലാം കഴിച്ച് കുടിച്ച് അതിന് കഴിഞ്ഞ് ഇപ്പം ഞാൻ എത്തിയേക്കും എവിടെയാണ് എല്ലാവർക്കും മനസ്സിലായി. ഇത് വെറും എറണാകുളം മാർക്കറ്റാണ്, ബാസാറാണ്. അത് നമ്മൾ മേനകയിൽ പോയി മേനകയിൽ നിന്നാണ് എറണാകുളം മാർക്കറ്റിലെത്തി. സോ ഇവിടെ ബിസി സ്ട്രീറ്റാണ് ഗൈസ്. ഈവനിങ് ഒരു 6 മണി ടൈമായി. ഇവിടെ ഞാൻ എന്തൊക്കെ ഷോപ്പിംഗ് ചെയ്യുന്നില്ല എല്ലാവർക്കും കാണാം. സോ അപ്പോൾ നമ്മളിപ്പോൾ മുന്നേ നടന്നു പോവാണ് ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. സോ ഇവിടെ എല്ലാം വെറൈറ്റി സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് ബാസാറിൽ. നിങ്ങൾക്കൊക്കെ ഷോപ്പിംഗ് ചെയ്യാൻ ഇഷ്ടം വെറും എറണാകുളം മാർക്കറ്റ് പോയിട്ട് വേറെ മാർക്കറ്റുകളിലാണോ, വെറും ലോക്കൽ മാർക്കറ്റിലാണോ, അല്ലെങ്കിൽ എന്തിനാണ്? ഇതൊക്കെ കമൻറ്റ്സ് നിങ്ങൾക്ക് ഇടാം. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഷെയർ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ചിലർക്ക് ഷോപ്പിംഗ് ചെയ്യാൻ ഇഷ്ടം മോളിലായിരിക്കും, ചിലർക്ക് എന്തുവാ ഈ നോർമൽ കടയിലൊന്നും ഷോപ്പിംഗ് ചെയ്യാൻ ഇഷ്ടമല്ല. ഇത് ബാസാറിൽ മാർക്കറ്റിലൊക്കെ ഓപ്പൺ മാർക്കറ്റ്. പക്ഷേ ഇവിടുത്തെ ഷോപ്പിംഗ് ചെയ്ത ക്വാളിറ്റി അതിനനുസരിച്ചേ ഉണ്ടാവുള്ളൂ. പക്ഷെ പൈസ ലാഭം. പക്ഷേ ചിലവർക്ക് ഇവിടുത്തെ സാധനങ്ങളെ മേടിക്കുകയുള്ളൂ, കാരണം പൈസ ബജറ്റിലായിരുന്നു. പക്ഷേ നിങ്ങൾ ഇങ്ങനത്തെ സാധനങ്ങൾ റോഡ് മേടിക്കുന്നത് നിങ്ങൾക്ക് അത് നല്ല തൃപ്തിപ്പെടുന്നുണ്ടോ, സാറ്റിസ്ഫൈ ആണ്? കാരണം ഇങ്ങനത്തെ സാധനങ്ങൾ മേടിക്കുമ്പം തുണിയാണെങ്കിൽ ചിലപ്പം കംപ്ലൈൻ്റ് ഒക്കെ വരും. പക്ഷേ ചിലവർക്ക് ഈ ഷോപ്പിംഗ് ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. സോ നിങ്ങളുടെ എന്താണ് അഭിപ്രായം? എല്ലാവർക്കും ഫ്രീ ആയിട്ട് കമൻറ്റ് ഇടാം. ഒരു രീതിയിൽ നിങ്ങൾക്ക് 100 വട്ടം ചിന്തിക്കണ്ട. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങളുടെ വ്യൂസും ഫീഡ്ബാക്സ് ഒക്കെ ഷെയർ ചെയ്യാം, കമൻറ്റ്സ് ഇടാം. സോ എൻ്റെ വ്ളോഗ്, എൻ്റെ ചാനൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഈയിടെ 718 വരെ എത്തിച്ചതായിരുന്നു. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ എല്ലാവരും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയി. ഇപ്പോൾ 689 വരെ താഴ്ന്നുപോയി എൻ്റെ സബ്സ്ക്രൈബേഴ്സ്. സോ എന്ത് കാരണം കൊണ്ടാണ് നിങ്ങളൊക്കെ എൻ്റെ അൺസബ്സ്ക്രൈബ് ചെയ്ത് കളയുന്നത്? ഞാനൊരു പോസ്റ്റ് ഇട്ടായിരുന്നു ഒരു രാവിലെ ഇന്നലെ, പക്ഷേ അതിന് എനിക്കൊന്നും റെസ്പോൺസ് വന്നില്ല. സോ ഞാനത്തെ ഈ വ്ളോഗിൽ ഈ വീഡിയോ ഞാൻ എല്ലാവരും ചോദിക്കാനുണ്ട്. നമ്മുടെ നാട്ടിലത്തെ നമ്മുടെ മലയാളി ഭാഷ, നാടൻ ഭാഷ ഇതാണ് ചോദിക്കാമെന്ന് നോക്കി. നിങ്ങൾക്ക് എന്താണ് പെട്ടെന്ന് അൺസബ്സ്ക്രൈബ് ചെയ്യാൻ കാരണം? എന്തെങ്കിലും നിങ്ങൾക്ക് പ്രശ്നം തോന്നുകയാണെങ്കിൽ എന്താണത്? നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യേണ്ട എന്നാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അൺസബ്സ്ക്രൈബ് ചെയ്ത് കളയാനാണ്. നിങ്ങളൊക്കെ എൻ്റെ ഫാമിലിയാണ്, നിങ്ങളൊക്കെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയാൽ പിന്നെ എന്നാൽ ശരിയാവുന്നത്. അതും ഞാൻ 718 വരെ സബ്സ്ക്രൈബേഴ്സ് എത്തിച്ചിട്ട് നിങ്ങളെല്ലാവരും എല്ലാ ദിവസവും 2-3 സബ്സ്ക്രൈബേഴ്സ് ഡെയിലി കുറഞ്ഞു പോവുകയാണ്. അത് ഭയങ്കര ഡിസപ്പോയിൻറ്റിംഗ് ആണ് ഗൈസ്. ഇതിനൊരിക്കലും ഓർക്കില്ല ഇങ്ങനെയൊക്കെ ചെയ്യും. എൻ്റെ കണ്ടൻറ് നല്ല വെറൈറ്റി കണ്ടൻ്റാണ്. ഡാൻസ്, ആക്ടിങ്, വ്ളോഗിങ്. അതും ഞാൻ ആക്ടിങ് ചെയ്യുന്ന മലയാളം മാത്രമല്ല ഹിന്ദിയിലുമാണ്. ഞാൻ ഇംഗ്ലീഷ് ഡാൻസും ഞാൻ ചെയ്യാറുണ്ട്, ഹിന്ദി ഡാൻസും ചെയ്യും. സോ എൻ്റെ ടാലൻറ്റിൽ എന്താണ് കുറവ് മനസ്സിലാവില്ല. പക്ഷേ നിങ്ങളെല്ലാവർക്കും സപ്പോർട്ട് ചെയ്യേണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക്
ഏത് രീതിയിലാണ് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനാണ് എൻ്റെ ഡാൻസ് ഗ്രൂപ്പ് കമ്മ്യൂണിറ്റി ഉള്ളത്. ഞാൻ ഒരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങളെല്ലാവർക്കും യൂട്യൂബിൽ എൻ്റെ ചാനലിൽ തന്നെ എൻ്റെ കമ്മ്യൂണിറ്റി ഉണ്ട്. അവിടെ നിങ്ങൾക്ക് കമൻസ് ഇടാം, നിങ്ങളുടെ ഫീഡ്ബാക്ക് ഇടാം, നിങ്ങൾക്ക് എന്നെ തോന്നുന്നു നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം, എന്നോട് എന്തായാലും നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ, കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ, ഫീഡ്ബാക്ക് ഓർ കമൻസ് എന്താണെങ്കിലും എന്നോട് മെസ്സേജ് ഇടാം കമ്മ്യൂണിറ്റിയിൽ. ഓക്കെ, സോ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കില്ല, കാരണം എനിക്ക് ഇഷ്ടമല്ല ഈ മനസ്സിൽ വെച്ച് സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നത്. സോ നിങ്ങൾക്ക് എന്താണ് മനസ്സിലുള്ള നിങ്ങൾക്ക് തുറന്ന് പറയാനുള്ള അവകാശമുണ്ട്. നിങ്ങളെല്ലാവരും തുറന്ന് പറയാം. സോ അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെടില്ല എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നു. കാരണം ഞാൻ അത്ര ബാഡ് പെർഫോമർ അല്ല, എനിക്കറിയാം. ദാറ്റ് 689 സബ്സ്ക്രൈബേഴ്സ് വരെ എത്തിക്കാനായിട്ട്. വേറാസ് ഇറ്റ് വാസ് 718 സബ്സ്ക്രൈബേഴ്സ്. ഞാൻ മുന്നേയിൽ നമുക്ക് പോകുന്നത്, ബാക്കിലല്ല. സോ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, എനിക്ക് ഭയങ്കര സ്നേഹം തരണം എല്ലാ രീതിയിലും. എൻ്റെ ചാനൽ മുന്നിലേക്ക് പോകാൻ ഗ്രോ ചെയ്യാൻ ചാനൽ. എൻ്റെ ചാനൽ ഗ്രോ ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. പക്ഷേ നിങ്ങൾ ഇപ്പോൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനൽ ബാക്കിലേക്ക് അയച്ചു കളഞ്ഞു. സോ ചില കുശുമ്പന്മാരുണ്ടാവും, കുശുമ്പികളുണ്ടാവും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നത്. അത് വേറെ കാര്യം. പിന്നെ ഒരാൾ ഉയരത്തിൽ പോകും, ചിലർക്ക് കാണാൻ പറ്റില്ല, അതുകൊണ്ട്. സോ ആ സൈഡും ഉണ്ട് ചിലവരുടെ. പക്ഷേ എല്ലാവരും ഡിസ്കസ് ചെയ്തിട്ടാണ് ഒരുമിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് കളയുന്നത്. എല്ലാ ദിവസവും 2-3 സബ്സ്ക്രൈബേഴ്സ് 5 സബ്സ്ക്രൈബേഴ്സൊക്കെ കുറഞ്ഞ് വരിക. സോ എനിക്ക് ഇറ്റ് ഈസ് ലൈക്ക് ക്രേസി ഫോർ മീ. ഐ റിയലി ഡോണ്ട് ഗെറ്റ് ദാറ്റ് ലോജിക്. ഹൗ ഈസ് ദാറ്റ് ഹാപ്പനിങ്? സോ എനിവേ, ഇപ്പോൾ എനിക്ക് പറയാനുള്ള ഇത്, ഞാനിപ്പോൾ ഒരു മേനക കടയിൽ കയറിയിട്ടുണ്ട്. അവിടെ ഒരു സാൻഡിൽസ് ആണ് നോക്കുന്നത്. എൻ്റെ ഓഫീസിലിടാൻ പറ്റിയ ഒരു നോർമൽ ഹീലുള്ള സാൻഡിൽസാണ്, ബ്ലാക്ക് കളർ. സോ ഇങ്ങനെയാ ഗൈസ് എൻ്റെ താഴെ ഇരിക്കുന്നത്. സോ നിങ്ങളൊക്കെ എൻ്റെ ഈ സാൻഡിൽ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് കമൻസ് ഇടാം. സോ നിങ്ങൾക്ക് വല്ല എന്നോട് വൈരാഗ്യം എനിക്ക് തുറന്ന് പറയും. എനിക്ക് നിങ്ങളുടെ വൈരാഗ്യത്തിലേക്ക് ആ ടോപ്പിക് എനിക്ക് മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങളുടെ വൈരാഗ്യം എന്ത് വേണ്ടിയിട്ട് എന്നോടുള്ളത് എനിക്ക് മനസ്സിലാവും. എന്നാലേ എനിക്ക് മനസ്സിലാവും നിങ്ങളല്ലാതെ മനസ്സിലെന്താ നടക്കുന്നത്. സോ ഞാനൊരു ഫ്രാങ്ക് പേഴ്സണാണ്. ഞാൻ എല്ലാം തുറന്ന് പറയുന്ന ആളാണ്. ഞാൻ മനസ്സിലൊന്നും വെക്കില്ല. അപ്പോൾ ക്ലിയറും ആക്കും. എനിക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റിയും ഉണ്ട്. അതുകൊണ്ട് ഞാനൊരിക്കലും ഡിസപ്പോയിൻ്റ് ആവില്ല എനിക്ക് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞാൽ. ബട്ട് ഐ ഡെഫിനറ്റ്ലി ആസ്ക് ദാറ്റ് വാട്ട് ഈസ് എ റീസൺ ദാറ്റ് എല്ലാ ദിവസവും നോക്കുമ്പോൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകാണല്ലോ നിങ്ങളൊക്കെ. അത് എന്താണ് ഞാൻ കാണിച്ചത്, എൻ്റെ എന്താണ് തെറ്റ്? മര്യാദയ്ക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുവാണെങ്കിൽ എൻ്റെ കമൻറ്റ്സ് അല്ലെങ്കിൽ എൻ്റെ ഡാൻസ് ചാനൽ, ഡാൻസ് ഗ്രൂ ജീനിയസ് ചാനൽ കമ്മ്യൂണിറ്റിയിലും മെസ്സേജ് എനിക്ക് ഫീഡ്ബാക്ക് ഇടാം, കമൻറ്റ്സ് ഇടാം. സോ അങ്ങനെ ഞാൻ ഇവിടെ ഈ ഷോപ്പിൽ നിന്ന് ഇറങ്ങി ഈ ചെരുപ്പൊക്കെ മേടിച്ചു ഗായ്സ്. സോ ഇവിടെ ഞാൻ ഒരു 3rd ലൊക്കേഷനിലെത്തി. ഇത് എവിടെയാണ് നിങ്ങളെല്ലാവർക്കും മനസ്സിലായി. ഇൻഫാക്ട് 3rd അല്ല 4th ലൊക്കേഷനിലെത്തി. ആദ്യം നമ്മൾ ലക്ഷ്മി ഹോസ്പിറ്റലായിരുന്നു. പിന്നെ നമ്മൾ എത്തിയത് ഒരു റോഡ് സൈഡ് തട്ടുകടയിൽ നമ്മൾ കഴിക്കുമായിരുന്നു. കഴിക്കാൻ ഞാൻ വീഡിയോ കാണിച്ചില്ല. പക്ഷെ ഞാൻ കുറച്ചും കഴിച്ചു, കോഫി കുടിച്ചു. അതിന് കഴിഞ്ഞ് ഞാൻ പോയത് മേനക മാർക്കറ്റിലായിരുന്നു, എറണാകുളം മാർക്കറ്റിലൊക്കെ ആയിരുന്നു. പിന്നെ ഇത് നമ്മുടെ 4th ലൊക്കേഷനാണ്. ഒരു വീഡിയോയിൽ തന്നെ പല സ്ഥലത്തിൽ ഞാൻ പോകുന്ന ഒരു വെറൈറ്റി രീതിയിലാണ് ഞാൻ ഈ വ്ലോഗ് ഉണ്ടാക്കിയത്. ഇപ്പം നിങ്ങളെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ഈ വീഡിയോ കാണുമ്പോൾ. അത് നമ്മൾ എത്തിയേക്കുന്ന ഒബ്രോൺ മോളിലാണ്. ഏതൊരു മോളാണ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇതൊരു ഒബ്രോൺ മോളാണ്. നേരത്തെ നിലയിലാണ് പോകുന്നത്. സോ ഇവിടെ ഞാൻ ഇവിടുത്തെ ലേഡീസ് ബാത്റൂമിൽ ജസ്റ്റ് ഒരു സെൽഫി എടുത്തതാണ്. So just a variety വേണ്ടി. So just to explore guys, and please don't be offended when you see my video. If you are offended, it is especially for those viewers who are offended and you are unsubscribing my channel daily. Please do let me know what is your insecure issues or what is your psychic issues. Sorry to call that, but it is that only I feel. So you have to respect the artist. ഒരു ആർട്ടിസ്റ്റിനെ നിങ്ങളെല്ലാവരും ബഹുമാനിക്കണം. അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ കണ്ടന്റ് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് പോവാം. ബിക്കോസ് ഞാൻ ഇത്രയും മാന്യതയോട് പറയുന്നത് ബിക്കോസ് ഐ വാസ് വെരി സാഡ്. എൻ്റെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഡെയിലി അൺസബ്സ്ക്രൈബ് ആയി പോവാണ്. സോ ഐ put a post but you all didn't react. I asked also in my post yesterday morning
that why you all are unsubscribing. But this video is not just about telling about my my question of why you are unsubscribing. But yeah, I have the freedom to ask because I am only doing editing. I am itself doing shooting. I am itself holding the camera. I don't have any cameraman. I don't have any different costumes. I don't have any location. I always do indoor shoot at home if I'm dancing or acting. And ഞാൻ എൻ്റെ സ്വന്തം കാലിൽ നിന്ന് ഇതുവരെ എത്തുന്നതും ഇതുവരെ എത്തിയതും ഇനി എത്താൻ പോകുന്നതും. സോ ഈ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയാൽ അത് പിന്നെ ഇതിനെക്കാട്ടി കൂടുതൽ അറിഞ്ഞുള്ള ഇഷ്ടമാണ്. പക്ഷേ അൺസബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ അതിനനുസരിച്ച് അതിനെ അർപ്പിതല്ലാതെ ഞാൻ ഡെയിലി വീഡിയോ ഇടില്ല, അല്ലെങ്കിൽ എൻ്റെ ചാനൽ നിന്നോ, അല്ലെങ്കിൽ എൻ്റെ കഴിവുകൾ കുറഞ്ഞു. So I'm not demotivated with anything, but I'm still somewhere I'm a bit shocked seeing that when daily everyone are unsubscribing and the number of my subscribers are getting reduced. Instead of doing that, you have anything to say, you can say to me on my face rather than playing back behind by unsubscribing and going like a forward. Okay, so this is the supermarket shopping vlog, guys. So you can see the variety things inside Reliance Smart, inside the supermarket. So before it was Reliance Smart, but now Reliance has been separated from Bazaar, so it became a Bazaar, Smart Bazaar, name of this shop inside the Broad Mall. And if you know, it's well and good. If you don't know, I will spread my knowledge. I just give you try to give you some information. If you got some new knowledge, please appreciate it then. Okay, so this is the thing. My son is sitting in the trolley and he's enjoying. So I thought to speak in a lot of Malayalam, which is my mother tongue, but when I feel that like I'm speaking too much Malayalam, I feel like okay, I know English as well, along with Hindi as well. So I thought that my channel is always mixed with English, Malayalam and Hindi, which is also a variety thing being a Malayali girl. So that is something different, which makes me different from other Malayalis, especially from other Malayali girls. So here we are doing shopping, mother and son. I and my son is doing biscuit shopping over here. Mama and son is my mama and baby is doing biscuit shopping. I have taken Vita Marie Gold. Who all likes to eat Vita Marie Gold along with dipping in chaya in your tea? Please do tell me. If you want to interact with me, please interact in Dance with Groove Genius community. It is open for all of my viewers, public, fans, and anyone can say can write their own thing. But just always remember that never write unnecessary negative things or insult anyone. So always be in your decorum. Always write things which is readable, and always write things which is positive. And please do not spread negativity in my channel, in my community. So thank you so much. So here I am here I am not spreading, in fact I am searching for a good coffee powder. So I wanted a sachet coffee powder instead of the bottle. So I was a bit confused to buy which coffee powder. This extra coffee powder we get only in Smart Bazaar, and I was thinking to buy that because I had last month bought that coffee powder itself, that coffee powder only. So this is Brew Green Label coffee powder. Then this is Tata. Which one do you prefer, guys, to have coffee? Please do comment. If you can't comment, then why are you watching my channel? Please don't watch. You can walk away and go. So I have not forced anyone to see my channel who are especially thinking bad for me. To them only I am treating this way and I am telling to them like this. Actually I am very good with everyone, but when you show your true colors to me, I also feel like shutting your mouth, and I don't feel like answering you in a good way. So this is the thing. World is very selfish, world is very mean, and they will just feel like unsubscribing a very good deserving channel. If you see my videos, you will understand. एक से एक बढ़कर वीडियोस है मेरा, और मैंने एक वीडियो में डांस, एक्टिंग और ब्लॉगिंग किया है. अच्छी तरीके से मैंने सबको निभाने की कोशिश की है, किसी को निराश नहीं किया है. और मेरा टैलेंट अच्छा है, तो आप सबका सपोर्ट और प्यार चाहिए, जिससे मेरा चैनल ऊंचाइयों की उन्नति की चोटी पर अग्रसर करे.
और कुछ लोगों को समझ में नहीं आएगा मलयाली लोगों को जब मैं हिंदी में बोलूँगी, या फिर कुछ लोग जो बाहर पले पड़े हैं मलयाली होके उनको समझ में आएगा हिंदी में जो मैं बोल रही हूँ। तो वेल एंड गुड फॉर यू अगर आपको समझ में आ रहा है तो मैं बहुत ज़्यादा झुक जाती हूँ सबके सामने, इसलिए सब मेरा बहुत फ़ायदा उठाते हैं और इसलिए सब लोग मेरा बहुत मजाक उड़ाते हैं, बहुत बुरा बोलते हैं और बहुत अनगिनत घटिया चीज़ें बोलते हैं, घटिया चीज़ें मेरे पीछे करते हैं और अनसब्सक्राइब करके चले जाते हैं, जैसे कि मेरा बाप का कुछ जा रहा हो। एनीवे, सो हियर आई एम टेकिंग द Pringles for my son, and he likes to eat the pizza Pringle and the green Pringle and the red Pringle. ये सब तो बहुत जंक हो सकता है, लेकिन बच्चों के लिए क्या, उनको क्या समझ में आएगा कि जंक है कि नहीं, लेकिन साथ साथ मैं भी खाती हूँ, बहुत टेस्टी होता है। ये फॉरेन प्रोडक्ट, फॉरेन चीज़ है, फॉरेन से आता है। तो आप में से किन किन लोगों ने Pringles खाया है बताना, और किन किन को खाना पसंद है, कौन सा फ्लेवर खाना पसंद है, आप लोग कमेंट में घुल मिलिए। आप लोग कमेंट में एक बार कमेंट डाल के तो देखिए, मैं हमेशा प्यार ही बरसाती हूँ सारे कमेंट्स में, मैं रिप्लाई भी देती हूँ, हर कमेंट्स का मैं रिप्लाई हार्ट या लव के फॉर्म में मैं देती हूँ। लेकिन आप सब लोग देखकर चले जाते हो मेरे YouTube चैनल को, एक लाइक भी नहीं डालते, और ये बहुत व्यूज़, तो ज़्यादा व्यू भी नहीं, लेकिन व्यूज़ तो फिर भी आता है, लेकिन लाइक और कमेंट तो बिल्कुल भी नहीं आता है। क्या मेरे कमेंट में क्या मेरे कंटेंट में कोई कमी है, या फिर क्या मेरे कंटेंट इतना भी घटिया है? तो आप बताइए, आपको क्या देखना है मेरे चैनल में, कौन से सीन आपको आप देखना चाहते हैं मैं मुझे एक्टिंग करना, या कौन सा डांस आपको देखना पसंद है जो आप देखना चाहते हैं कि मैं डांस करूँ, या फिर ऐसा कुछ भी बोलो जिसमें हमें मज़ा आ जाए सुनने में और करने में। ऐसा नहीं कि चैनल में 2 साल होने को है, जुलाई 25 में मैंने स्टार्ट किया, ऐसा नहीं कि चैनल स्टार्ट किया और हर दिन वीडियोस डाल रहे हैं और लोगों को कुछ देखकर कमेंट्स ही नहीं डालना है। इतने बिजी हो तुम लोग कि तुम लोग को कमेंट या लाइक भी नहीं डालना है। चलो, मैं भीख नहीं मांगना चाहती हूँ, लेकिन आप लोगों में भी तेवर कमी है। अगर मेरे अंदर तेवर है तो आप लोगों के अंदर भी कमी है। तो आप सब लोगों को मेरा क्या क्या पसंद आया लिखो कमेंट लिखो। आप लोग ऐसे नहीं जा सकते कुछ भी करके, कुछ भी देख के, स्क्रॉल करके, क्योंकि हमने बहुत मेहनत से वीडियो बनाया। अब शायद आप ये बोलोगे सब लोग मेहनत करते हैं, यूट्यूबर सब लोग मेहनत करके वीडियो डालते हैं, लेकिन ऐसा भी नहीं है भाई। हमारा मेहनत हम ही जानते हैं, है ना। दूसरों का मेहनत देख के हम यहाँ आगे नहीं बढ़े हैं, ठीक है। तो सब अपना अपना देखते हैं, अपना अपना करते हैं, सब सेल्फिश है दुनिया में, है ना। तो हम दूसरों का कमाई देखने नहीं आए यूट्यूब में, और दूसरे की कमाई खाने नहीं आए यूट्यूब में, ना ही वो लोग हमारा कमाई खाएंगे या लेंगे। तो यहाँ पे बच्चे को बटर चाहिए, तो मैं देख रही थी क्या लेना है क्या नहीं लेना है। तो फाइनली मैंने अमूल बटर ले ही लिया है गाइस। तो आपको एक वीडियो में कई भाषा मिलेगा। इस वीडियो में मैंने स्टार्टिंग में मलयालम बोला, फिर बीच में इंग्लिश बोला, फिर मैंने हिंदी बोला। तो मतलब मैंने चीज़ स्प्रेड खरीदा, पेपर का चीज़ स्प्रेड है, थोड़ा महंगा है। आप में से किन किन लोगों ने ट्राई किया है बताना। और यहाँ पे मैं ट्रॉली के साथ चल रही हूँ आगे और देख रही क्या क्या खरीदना है। फिर मेरे बेटे को फ्रेंच फ्राइज़ में नजरें पड़ी उसकी, तो उसको फ्रेंच फ्राइज़ चाहिए था, उसने मुझे बोला, तो मैंने फ्रेंच फ्राइज़ खरीदा गाइस। और मेरी भी नज़र पड़ी तो मैंने स्माइलीज भी ले लिया। और फिर मैंने सब कुछ वही किया जो मेरे बच्चे को और मुझे पसंद था और ज़रूरी था खरीदने के लिए। घर की शॉपिंग करके, राशन घर की खरीदारी। और यहाँ पे तो बहुत सारे शैम्पूज है, तेल है, बहुत सारे सेरम्स है, अलग अलग नारियल तेल है पैराशूट का, और नवरत्न तेल, इमामी तेल, बहुत कुछ है। मैं तो ऐसे बोल रही हूँ जैसे कि मैं कुछ सेल कर लूँ, कोई सेल्स लेडी की तरह, राइट। मैं सेल्स लेडी की तरह I'm sounding like a sales lady, but finally it is the streets of Salam, and this is the Basmati rice. So yeah, so
what do you like? Tell me, guys. Tell me, guys. Don't shut your mouth and sit numb because I don't like silence. Break the silence and show what you are. Show the real in you. So finally, I finished my shopping. My son has waved. So it's pricing everyone by. And that was Sunday night. Finally, today is Monday morning, guys, and I've reached my office. I'm in the office. If you liked my video, don't forget to like, subscribe, comment, and support my channel. So wait for my next video. Until then, bye.